So hello guys, welcome back to another episode of Minecraft. ഞാൻ ഷൾക്കർ ബോക്സ്, എൻ്റെ ചെസ്റ്റ്, പിന്നെ എൻ്റെ ക്യാരക്ടർ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ക്യാരക്ടർ. താടി ഈ നമ്മൾ ക്യാരക്ടർ ചേഞ്ച് അങ്ങനെ ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ക്യാരക്ടർ. പിന്നെ എൻ്റെ ലൈറ്റർ ഇത്രയുണ്ട്. പിന്നെ എൻ്റെ വീട് കണ്ട ഇപ്പോൾ മനസ്സിലാവും. ഡേട്ട് സ്റ്റോണൊക്കെ വെച്ച് ഒരുമാതിരി ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓഫ് ക്യാമറയിൽ ഞാൻ ഒരു വീഡിയോ വെച്ച് ഓഫ് ക്യാമറ. അതിനു മുമ്പ് ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ടപ്പോൾ മനസ്സിലാക്കാണ് നമ്മളെ ബ്രീഡർ ഒന്നും കൂടെ ഞാൻ റീബിൽഡ് ചെയ്യാമോ. ശരിയാവുള്ള ഞാൻ ബ്രീഡർ ഒന്നും കൂടെ റീബിൽഡ് ചെയ്യാമെന്ന്. ഷൾക്കർ കണ്ടു. ഇതാണ് നമ്മളെ വീട്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ വീടിൻ്റെ അകത്ത് കാണിച്ചിരിക്കണം, മുമ്പ് വെളിയിൽ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഫാം, ഫുഡ് റിസോഴ്സസിന് വേണ്ടി, പിന്നെ സ്മോക്കർ, ഫർണസൊക്കെ വെച്ച് വെളിയിൽ. ഇനി അകത്ത് പോവുകയാണെങ്കിൽ എൻ്റെ ബെഡ്റൂം. എൻ്റെ ഗെയിം ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ സെറ്റിങ്സൊക്കെ മാറ്റി. ഇപ്പോൾ സൈഡിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റും. ഇതെൻ്റെ ബെഡ്റൂം. മുകളിലോട്ട് പോയാൽ എൻ്റെ സ്റ്റോർ റൂം. ഇവിടെ വന്നാൽ ഒരു ക്യാമ്പ് ഫയർ, ഒരു കുക്കിംഗ് ഏരിയ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ബ്രീഡർ ഉണ്ടാക്കണം. അപ്പം അതിന് നമുക്ക് വില്ലേജറിനെ വേണം. വില്ലേജർ ഇപ്പോൾ നമ്മളതിലുണ്ട്. അയ്യോ, ഇത് നടക്കണ വഴിയില്ല. ഓക്കെ, വില്ലേജർ ഇപ്പോൾ 2 വില്ലേജർ നമ്മളിൽ ഓൾറെഡി ഉണ്ട്. അവന്മാരെ ജോബ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാലും നമുക്ക് ഈ ഒരു വില്ലേജറും ഉണ്ട് നമുക്കിപ്പോൾ. പക്ഷെ നമ്മളെ ബ്രീഡർ ഇപ്പോൾ ശരിയല്ല. ഇത് കാണാൻ ഒരു രസമില്ല. പിന്നെ ഇവിടെ ഈ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കൊണ്ടുവന്നില്ലേ ഈ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം പൊട്ടിച്ച് മാറ്റി, ഈ ബ്രീഡറും പൊട്ടിച്ച് മാറ്റി ഞാൻ ഒരു വെറൈറ്റി ബ്രീഡർ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരുത്ത അവിടെ പോകണം. കുഴപ്പമില്ല, ഇതിനെ ഞാൻ പൊക്കിക്കോളാം. അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കിടക്കണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ ബ്രീഡർ ഫുള്ളൊന്ന് പൊട്ടിച്ച്, ഈ നമ്മൾ ഒഴുക്കിവിടുന്ന സാധനം പൊട്ടിക്കാൻ പറ്റണം അത്രയും ഞാൻ പൊട്ടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ കുറച്ച് ദിവസം എടുത്ത് നമ്മൾ ഈ ഏരിയ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വില്ലേജർ മണ്ടന്മാരും, പിന്നെ ഇതിനകത്ത് എനിക്കിനി സൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിലുള്ള മൃഗങ്ങളിലൊന്നായ ടർട്ടിലും നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കൊന്നപ്പോൾ എനിക്കിത് ഈ സാധനം കിട്ടി. ഇതെങ്ങനെ ഇപ്പം ഫീഡ് ചെയ്യും എല്ലാവർക്കും കൂടെ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോറി ബ്രോ, എല്ലാവർക്കും ഇത് എനിക്ക് കടലിൽ പോയി എടുക്കാൻ പറ്റുമോ? ഞാൻ തേഞ്ഞല്ലോ. ഇതല്ലേടാ സാധനം. ശവലുണ്ട്, എടുത്താലും എടുക്കാൻ പറ്റുമോ? ഞാൻ കിട്ടണല്ലോ. ഇതൊന്നും കിട്ടണല്ലോ. എടാ, എനിക്കൊന്നും കിട്ടണടാ. കെൽപ്പ് കൊടുത്താൽ മതിയാ? കെൽപ്പ് തന്നാൽ മതിയാ? അല്ലാതൊന്നും എനിക്ക് കിട്ടണല്ലോ. എനിക്ക് ചെടിയൊന്നും കിട്ടണടായി. ചെടി കിട്ടാനുണ്ട് എനിക്ക് ചെടിയൊന്നും കിട്ടണല്ല. എനിക്കൊന്നും ഈ ആമയെ കൊന്നാലും എനിക്കിത് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് റെയർ സാധനമാണെന്ന് തോന്നുന്നു. എനിക്കെല്ലാം ചെടി കിട്ടണല്ലോ. കെൽപ്പ് മതിയാ? കെൽപ്പ് ഇല്ല, പറ്റൂല.
പിന്നെ ഇത് ഞാൻ കുറച്ചൊന്ന് സ്മൂത്താക്കുകയും ചെയ്ത്. പിന്നെ പിന്നെ കുറേ ഗ്രാസും വെച്ച് പിന്നെ ഈ സംഭവം ഒന്ന് പൊളിച്ച് കളഞ്ഞ്. ഇനി ഞാൻ ബ്രീഡറിൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈൻ പറയാം. അപ്പോൾ ഇതങ്ങ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാം. ബക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. മതിയായിരിക്കും. ഞാൻ ഡിസൈൻ എന്ന് വെച്ചാൽ വലിയ ഡിസൈനൊന്നും ഇല്ല. ഫസ്റ്റ് നമുക്കൊരു പെട്ടി വേണം. നമുക്ക് 1 2 3 4 നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം സംഭവം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസവും ഇല്ല. നേരത്തെ ചെയ്ത സെയിം സംഭവം. ചെറിയൊരു നേരത്തെ ചെയ്ത അത്ര സെയിം അല്ല, എന്നാലും വലിയ വ്യത്യാസമൊന്നും ഇല്ലടേ. ഇവിടെയൊക്കെ ഗ്രാസ് വയ്ക്കാനുള്ളതാണ്. ഗ്ലാസ് വേണോ? ഇല്ല, അയ്യോ, ഗ്ലാസ് ഇല്ലാതെ പറ്റൂല. ഗ്ലാസ് വേണം, ഗ്ലാസ്. അത് ഞാൻ പോയി എടുത്തിട്ട് വരാം. ഫസ്റ്റ് ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്ക്. ഇത്രയും വേണ്ടായിരുന്നു. പോയി. കറക്റ്റ് അവിടെ തന്നെ വീഴണം. എന്ത് നല്ല മര്യാദയില്ലേ. കറക്റ്റ് അവിടെ തന്നെ വീഴും. അയ്യോ, വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നില്ലേ. ആഹാ, ഇതിൻ്റെ മണ്ടയിലോട്ട് ഞാൻ എങ്ങനെ കയറും? സ്റ്റെപ്പ് പണിയേണ്ടി വരും. പണിയാം. ഒരു ടെമ്പററി സ്റ്റെപ്പ്. ഓക്കെ, ഇനി കറക്റ്റായിരുന്നു. ഇത് കറക്റ്റായില്ല എന്നൊരു ഡൗട്ടില്ല. ഇല്ല, ഇത് മതിയായിരിക്കും. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഡയറക്റ്റ് എടുക്കണം. ഓടാ, എടുത്തില്ലടാ. ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് പോയി ഒരു സ്റ്റാക്കിൽ കൂടുതൽ ഗ്ലാസ് വേണം. ഒരു 3 സ്റ്റാക്ക് ഗ്ലാസ് എടുക്കാം സേഫ്റ്റിക്ക്. ഇത് തന്നെ ധാരാളം. കയ്യിലോട്ട് വീഴുന്നു സത്യം. ഇത് തന്നെ ധാരാളം തോന്നുന്നു. ഓക്കെ, ഇനി ചെയ്യാനുള്ള സ്ലാബ് എടുക്കണം, വെള്ളം ഒഴിക്കണം, ഹോ ഉണ്ടാക്കണം. അതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കളയാം. 1 2 3 മതി. 3 തന്നെ ധാരാളം. ക്രൗച്ച് ചെയ്ത് പോവാം, അല്ലെങ്കിൽ പണി പാളാം. പറഞ്ഞിട്ട് തീർന്നില്ല, പണി പാള്. ബ്ലോക്ക് ഇപ്പം തീരും. കുറച്ച് ബ്ലോക്കിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് 1 2 3 കറക്റ്റ് ഇല്ല. കറക്റ്റ് ബ്ലോക്ക് എൻ്റെ കയ്യിലുണ്ട്, പേടിക്കുകയില്ല. ഇത് അത്യാവശ്യം ബ്ലോക്ക് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്.
ഓക്കെ, ഈ ഷൾക്കർ ഭയങ്കര യൂസ്ഫുൾ സാധനം കേട്ടോ. നമ്മൾ ചെസ്റ്റ് പോലെയല്ല, നല്ല യൂസ്ഫുൾ സാധനം. പക്ഷെ ഇത് കുറേ വേണം, അതിന് കുറേ എടുത്ത് പോകണം മറ്റേ ഇലക്ട്രോണ സ്ഥലം. അത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു കുറേ ഒപ്പിക്കേണ്ടി വരും അത് കുറേ. ഓക്കെ ഓക്കെ, അതായത് പിന്നെ വെളിയിൽ നിന്ന് നോക്കിയാൽ ഈ വഴി കൂടെ പോകാം. ലവന്മാർ ഞാൻ എങ്ങനെ കയറ്റും, അതൊരു ചോദ്യമാണ്. ലവന്മാരെ ഞാൻ ബോട്ടിൽ കൊണ്ടുവരണോ അതിവിടെ ബെഡ് പ്ലേസ് ചെയ്യണോ, അതൊരു ചോദ്യമാണ്. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അവിടെ ഒരു ബെഡ് പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. അയ്യോ, ആണേ ചെറുതായിട്ട് ഒറ്റ മിനിറ്റ് കൊച്ചുണ്ട്. അയ്യോ, എനിക്ക് നിന്നെ പേടിയില്ല പടാ. ഓ കൊച്ചുണ്ടോ സീനാണ്, കൊച്ചുണ്ട ബാക്ക് ചെയ്ത് കൊച്ചുണ്ടേ തീർക്കാം. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയും കിട്ടി. എത്ര ദിവസമാണ് ഇതിനകത്ത്? 57 ദിവസവും. നമ്മളെ സീന. എന്നിട്ട് കുതിര ടൈം ചെയ്യണം കേട്ടോ. കുതിര എനിക്ക് അത്യാവശ്യമായിപ്പോയി. ഇനി ചെയ്യാനുള്ള ഗ്ലാസും പിന്നെ ഒരു ഹോയും എടുത്തോണ്ട് വരണം. ഞാൻ ഇതായണ്ട ഹോ എടുത്തിട്ട് വരാം. അപ്പോൾ ചേട്ട് ഞാൻ എന്താ വരുന്നു. സോ
ഗൈസ് ഞാൻ പിന്നെയും പറയാൻ അങ്ങനെയൊന്നും പറയാനുള്ള എനിക്ക് ഉമ്മാർ ഇഷ്ടമില്ല, സത്യം പറയില്ല. ഉമ്മാർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. സത്യം പറയാം. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ട്രാപ്പ് ഡോർ എടുക്കാൻ മറന്നു. ഞാൻ ഇവിടെ ബെഡെല്ലാം വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു. പിന്നെ ഈ മണ്ടന്മാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്ക് ഉമ്മാരെ ഒട്ടും ഇഷ്ടമില്ല, കണ്ടെടുത്താൽ കണ്ടില്ല. എൻ്റെ വീട്ടിൽ പോയി ഒരു ട്രാപ്പ് ഡോർ ഒന്ന് എടുത്തിട്ട് പതുക്കെ പതുക്കെ പതുക്കെ. ട്രാപ്പ് ഡോർ എടുക്കാനുള്ള വുഡ് എന്തെങ്കിലും ഉണ്ടോ? വുഡ് ഇതെന്ന് തോന്നുന്നു. പ്രഷർ പ്ലേറ്റ് മാത്രം ഉണ്ടല്ലേ. ട്രാപ്പ് ഡോർ ഉണ്ടാക്കാനുള്ള വുഡ് എൻ്റെ ഇല്ല. ഉണ്ട്. എനിക്ക് കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ മതി. ഇത് തികയുമെന്ന് തോന്നുന്നു. ഇല്ല എടുത്ത ദിവസം തികയില്ല. 2 ട്രാപ്പ് ഡോറിനൊക്കെ തികയില്ലടാ ഇത്. 2 ഇനിയും വേണം വുഡ്. ഇനിയും വുഡ് വേണം. ഇനിയും വുഡ് വേണം. ഓ നോ എനിക്കതിന് ഒരു പ്രോപ്പർ ട്രീ ഫാമും തുടങ്ങിയില്ല. അത് വേറെ കാര്യം. നമ്മളെ ഷുഗർ കെയിൻ ഫാമിൽ നടന്നുകൊണ്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ഷുഗർ കെയിൻ ഇനി ഒപ്പിക്കണം. ഇവിടെ എവിടെയെങ്കിലും വുഡ് ഉണ്ടോടാ? വുഡില്ല. എനിക്ക് കുറേ ആർന്നിട്ടുണ്ടോ? വേണ്ട വുഡ് വേണ്ട. എൻ്റെ അളിയാ. പിന്നെ നമ്മൾ സീന, നമ്മൾ വേറെ ലെവല. എണീറ്റ് പോടാ എൻ്റെ മുമ്പിൽ നിന്ന്. എണീറ്റ് പോ. അപ്പോ എലക്ട്രിക് ഇട്ടിക്കണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നേരെ സ്പീഡിൽ നടന്നു പോകാൻ പോലും പറ്റണം. എൻ്റെ വീട് ഇപ്പം ഇങ്ങനെ കാണാനാണ് എൻ്റെ വീട് കുറച്ചും കൂടെ നല്ലത്, ഭംഗി. എൻ്റെ റോക്കറ്റ് മിക്കവാറും ഇനിയും വേണ്ടി വരും. എവിടെ എൻ്റെ ബ്രീഡർ? നല്ല ബ്രീഡർ നല്ലതൊക്കെ തന്നെ എൻ്റെ കയ്യിൽ വേണം. ഇതെന്തിരി? വാട്ട് ഈസ് ദാറ്റ് മാൻ? ഞാൻ അങ്ങോട്ട് പോകാനുള്ള സ്റ്റെപ്പ്. അത് ഞാൻ പറയുമ്പോൾ എങ്ങനെ പോകും അവിടെ? അത് ശരിയാണല്ലോ. ഞാൻ ഇങ്ങനെ പോവും. രാത്രിയാകുമ്പോൾ സോംബി വരും. എടാ ഇവന്മാരും വരൂടാ. അതല്ലേ പാട്. ഇവന്മാരും വരും. വേറെ വഴിയില്ല, എനിക്കിങ്ങനെ പോകേണ്ടി വരും. സോംബി ഒന്നും വരാത്ത രീതിയിൽ. ഈ മണ്ടന്മാരെ കുഴിക്കാത്ത വീഴാതിരിക്കെ ഞാൻ എന്താ ട്രാപ്പ് ഡോർ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ വയ്ക്കണം. എനിക്ക് അവന്മാരെ ഇഷ്ടമില്ല. കേറി വാ. എനിക്ക് അവന്മാരെ ഒട്ടും ഇഷ്ടമില്ല. എത്ര പ്രാവശ്യം പറയണോടാ? ഇത്ര പ്രാവശ്യം. എൻ്റെ ആളിയാ, എങ്ങനെയുണ്ട്? സുഖമല്ലേടാ? എനിക്ക് വേണമെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലാം, പക്ഷെ ഞാൻ ചെയ്യൂല. എന്തിനാ നോക്കിക്കൊണ്ടിരിക്കണം അവിടെ? പോ. ഈ തല്ലിക്കൊല്ലുള്ള ദേഷ്യമുണ്ട് ഇവന്മാരെ. എന്തിനാ ഞാൻ ഒരു അടിയല്ലേ അടിച്ചോളൂ മക്കള്. വില്ലേജറേ ഇനി ഒരുമാതിരി പന്ന പരിപാടി കാണിക്കില്ല. എടാ നീ വാടാ. നീ അവിടെ ഇരുന്ന് ഒളിച്ചിരുന്ന ഇങ്ങനെയെങ്കിലൊന്ന് വാ. ഇനി വാ. ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ഇനി എനിക്ക് പൊട്ടിക്കണം.
എനിക്ക് ഇവന്മാരെ ഒട്ടും ഇഷ്ടമില്ല. വാ വാ എടാ വാടോ. എന്റെ പൊന്നെ ഗൈസ്, എടാ ഞാൻ ഇവന്മാരെ എങ്ങനെയാ നേരത്തെ കൊണ്ടുപോയി? ഞാൻ തന്നെ മറന്നുപോയി നിന്നെ കൊണ്ടുപോയത്. ഈ എലൈട്ര ഇനി എനിക്ക് മണ്ട വരെ കൊണ്ടുപോകണം. നീ വരൂ. ചത്താലും കുഴപ്പമില്ല. എനിക്കൊന്ന് മുകളിലോട്ട് വരണമെന്ന് മോഹം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വൃത്തി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓ കയറി പോടാ. ഞാൻ തന്നെ ഊന്തി തരേണ്ടി വരും. അപ്പോ ട്രാബറും വയ്ക്കാൻ പറ്റില്ല. അതാണ്ട് ഇനി എൻ്റെ ഫ്രണ്ടിൽ കയറി കിടന്ന് കളിക്കല്ലേ. കളിച്ചാൽ നീ വീഴും. എനിക്കൊന്ന് സ്റ്റെപ്പ് കയറി ഒന്ന് മുകളിലോട്ട് പോകണം. അയ്യോ ഇവന്മാരെ കൊണ്ട് ഒരു നിവർത്തിയില്ല. നീ എന്നെ ഇഷ്ടമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമില്ല. ഞാൻ മിക്കവാറും ഇതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ താഴെ വീണ ഞാൻ കഴി, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. നീയൊക്കെ കാരണം വൃത്തിയിട്ടവന്മാര് നിന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാ. നീയൊക്കെ ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. വേണമെങ്കിൽ പോയിക്കേടാ, വേണമെങ്കിൽ പോയിക്കേടാ. ഇവിടെ കിടന്ന് ഷോ ഇറക്കാന്ന് വല്ലതും വിചാരിച്ചാൽ ഞാൻ കണ്ടല്ല. ഇവന്മാരെ കൊണ്ടൊരു നിവർത്തികേടുമാണ്, എന്നാൽ ശല്യവും ഉണ്ട്. അതാണ് സത്യം. അയ്യോ കൈ കിട്ടിയില്ല. അമ്മേ ഇതിനാണ് ഇത്രയും സമയം എനിക്ക് വെറുതെ കളഞ്ഞത്. ഞാൻ ഇതിന് വേണ്ടി മാത്രം. അവന്മാരങ്ങോട്ട് പോവില്ല, അത് പേടിക്കണ്ട. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല, അത് വേറെ കാര്യം. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഗ്ലാസ് വയ്ക്കണം. ഗ്ലാസ് ലാസ്റ്റ് വയ്ക്കല്ലേ. പിന്നെ ഞാൻ ഈ വെച്ച ബ്ലോക്കെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയണം. അതിൻ്റെ ഭംഗി അതിന് ബാധിക്കും. എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഒന്ന് ഒഴിച്ച് വെച്ചാൽ മതി. ഇനി എനിക്ക് വെറുതെ കിടന്ന് ഇനി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല.
ഇതും കൂടെ പൊട്ടിച്ചളയാം. എവിടെ ഇപ്പം എന്താ സംഭവിച്ചേ? ഇനി ഇവന്മാരിനകത്ത് കയറി വരൂടാ. അതെനിക്ക് ചെറിയൊരു പേടി ഇല്ലാതില്ല. ഇപ്പൊ വെള്ളം ഒഴിച്ചൊന്നും കഷ്ടമാണല്ല. ഓക്കെ, ഇനി വലിയ പാടൊന്നുമില്ല മുകളിൽ കയറാൻ. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. പോയി ക്യാരറ്റും പിന്നെ കുറച്ച് ബ്ലോക്ക് എൻ്റെ കയ്യിലുണ്ട്, അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. ഇനി ചെയ്യാനുള്ള ഈ സംഭവം എടുക്കണം, ഈ ടോർച്ച് എടുക്കണം. 2 സ്റ്റാക്ക് മതിയായിരിക്കും. അവിടെ ഒരു വാട്ടറിങ് ട്രേഡർ ഇപ്പോൾ സ്പോണായിട്ടുണ്ട്. ഒരു വാട്ടറിങ് ട്രേഡർ ഇപ്പോൾ ഇവിടെ സ്പോണായത് ഞാൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് കണ്ടത്. നല്ല കാര്യം. റെസ്റ്റേഷൻ വേണം. അവിടെ എൻ്റെ ഇൻവെൻട്രി ഫുള്ളടാ. ഇൻവെൻട്രി ഫുള്ളായി. ഇപ്പം നൽകാൻ കഴിക്കാം. ഓന് ഓക്കെ, പതിയെ നട്ട് തുടങ്ങാം. അതിനു മുമ്പ് ആരെങ്കിലും ജോലി എടുക്കൂ. ജോലി ഇതിനകത്ത് വേറെ 2 ആൾക്കാർ എന്തോ ജോലി എടുത്തതുപോലെ. അവന്മാര് ജോലി എടുക്കണ ലക്ഷ്യം കാണുന്നില്ല. ആരെങ്കിലും ഇട്. എടാ നീയൊക്കെ ഒറ്റ പ്ലീസ്, എനിക്ക് പ്രാന്തെടുക്കണ് നീ കാണിക്കണത്. ഞാൻ എന്തൊരു ദ്രോഹോടാ ചെയ്ത്? എന്തൊരു ദ്രോഹമാണ് ചെയ്തത് എൻ്റെ അടുത്ത്? എന്തൊരു ദ്രോഹോടാ ചെയ്ത് പറയടാ. ഇവന്മാര് ഒരു അഴുക്ക പരിപാടിയാണെങ്കിൽ എൻ്റെ പൊന്ന് വില്ലേജറേ. എടാ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവനെ കൊണ്ടുവന്നേ. അവനെ ഞാൻ ലാസ്റ്റ് കൊണ്ടുവരാം, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇവന്മാര് ജോലി എടുക്കൂല. ഇവിടെ അടുത്താളുള്ള ആരുടെ ഫാർമറായത്? എടാ ഇനി നീ എൻ്റെ കൈ കൊണ്ട് തട്ടും മര്യാദയില്ല. ഒരു ബ്രീഡറും ആയില്ല. ഇവന്മാര് ജോലി ഇടാൻ കുറച്ച് നേരം എടുക്കൂടെ? കുറച്ച് നേരം എടുക്കും. എടാ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നേ. ഇവന്മാരെ കൊണ്ടൊരു ഇവന്മാരഴിക്കാണ്. ഇവന്മാര് ഭൂലോകൂടയിപ്പാണ്. പഞ്ഞുമാനെ ആരെ ഇവിടെ ജോലി കയറാൻ അങ്ങോട്ട്. ഗൈസ്, ഞാൻ അടുത്ത ആളെയും കൂടെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തിനാണോ സെറ്റിങ്സൊക്കെ പോണേ? അപ്പോൾ ഞാൻ ദാ പറഞ്ഞു
സോ ഗൈസ് നമ്മളെ ബ്രീഡറിനകത്ത് നമ്മളിതാ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ ബെഡ് വെച്ചിട്ടുണ്ട്, രണ്ടുപേര് ജോലി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ മറ്റേ നമ്മളെ കുഞ്ഞൂട്ടാൻ വന്ന് വീഴുന്ന സ്ഥലം ഇവിടെ സെറ്റാക്കി വെച്ചിരുന്നു. അപ്പം അതിങ്ങനെ വയ്ക്കാം, അതിങ്ങനെ വയ്ക്കാം. കുറച്ച് അവന് ഡാമേജ് എടുക്കുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടില്ലാതില്ല, പറയാൻ പറ്റില്ല. അവന് ഡാമേജ് എടുക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഇത് പൊട്ടിക്കണം. എന്നിട്ട് സ്ലാബോടെ കുറച്ച് സ്ലാബ് ഒരു ചെറിയൊരു ആവശ്യത്തിനോട് വച്ചിരുന്നു. സ്ലാബില്ല, ചെറിയൊരു പണി പാടി കേട്ടോ. എടാ സ്ലാബില്ലടാ, വീട്ടിൽ പോ. ഇതാണ് എൻ്റെ സ്ട്രോങ് ഹോൾഡിലോട്ട് പോണ ഏരിയ. ഇതാണ് ഞാൻ സ്ട്രോങ് ഹോൾഡിലോട്ട് പോണ ഏരിയ. കുറച്ച് സ്ലാബ് ഉണ്ടാക്കണമല്ലോ, കുറച്ച് സ്ലാബ് വേണമായിരുന്നു. ഇത് തന്നെ കയറാം. അപ്പൊ ഇതാണ് നമ്മളെ ബ്രീഡർ. പൊട്ടീര്. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടൊന്ന് വരേണ്ടി വരും. അമ്മഞ്ചി കാണിക്കാൻ പറ്റുമോ? എടുത്ത് സാധനം ഇച്ചിരി മാറിപ്പോയി കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറേ സാധനം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് അവന്മാർക്ക് ഇട്ടെടുത്താലേ അവന്മാർ ബ്രീഡ് ആവുള്ളൂ ബ്രോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വില്ലേജർ ബ്രീഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മറ്റേനേം കട്ടും ഇത് തന്നെ കൊള്ളാം കേട്ടോ. മറ്റേനേം കട്ട് ഇത് തന്നെ കൊള്ളാം. ഇത് മതി. പിന്നെ ഈ മുകളിലോട്ട് പോണം, മേളിലോട്ട് വേണം. ആഹാ, കറക്റ്റ് സമയത്ത് എന്നെ പെയ്യാൻ പറ്റിയ സംഭവം മഴ. എനിക്ക് പിന്നെ തരടാ പറ്റും. എനിക്ക് അവന്മാർക്ക് മര്യാദയ്ക്ക് ബ്ലോക്ക് വച്ചു പോണം. ഇനി വീണ ഞാൻ എന്തായാലും ചാവും. ഇവന്മാര് നശിപ്പിച്ചടാ. ഇത് നശിപ്പിക്കല്ലേ, നശിപ്പിച്ചിട്ട് ഇവന്മാര് തന്നെ ക്യാരറ്റ് എടുത്തു. നല്ല കുട്ടികൾ. ഇനി ഞാൻ ഒന്ന് മുകളിലോട്ട് പോവും. അതും കണ്ട് ഇങ്ങോട്ട് മുകളിലോട്ട് വന്ന ഒരു കാര്യം കൂടെ ചെയ്യും. ഈ ബ്ലോക്കും കൂടെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ ലൈറ്റിംഗ് റോഡെല്ലാം വെച്ച് പെട്ടെന്ന്. ഓക്കെ, ഇനി ചെയ്യുള്ളതെന്ന് വെച്ചാൽ ഉമ്മമാർക്ക് ക്യാരറ്റ് എറിഞ്ഞു കൊടുക്കണം. ഇനി തന്നെ യവന്മാർ തന്നെ ബ്രീഡായിക്കോളും. യവന്മാരെന്നെ ഓക്കെ, ഇനി ബ്രീഡായി. ആ കുട്ടി നേരെ കിടക്കാൻ എടുത്തതായി അവിടെ വന്ന് വീഴും. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജർ ബ്രീഡർ. ഇതാണ് നമ്മുടെ വാഴ ഉണ്ടായിട്ടുണ്ട്. എടാ നീ ഒന്ന് അങ്ങോട്ട് പോകൂടാ. ഓക്കെ, ഇതെനിക്ക് അടച്ചു വെക്കണോ? വേണ്ട, അടച്ചു വെക്കണ്ട, ശരിയാവില്ല. ഓക്കെ, എടാ
ചെയ്യാനാണ് പിടിക്കട്ടെ. നീ ചാവ നീ നട് ഇനി കുട്ടി കിടക്കാൻ നേരത്ത് മാത്രമേ ഇവൻ എനിക്ക് കേട്ടോ. നീയൊക്കെ ചാടാൻ നോക്കണതേ ഉമ്മാര് ചാടും കേട്ടോ. എടാ സ്ലാബ് ഇടോ കണ്ണീരൊന്നും വേണ്ട. ഇനി ഉമ്മാര് ചാടാൻ നോക്കിയാ സത്യം പറയല്ലേ ചാടാൻ ഫസ്റ്റ് ഒന്ന് മാടാ കുട്ടി നിനക്കൊക്കെ എന്താ ആരും എടുത്തില്ല ഓ പണിപാളി ഞാൻ പറഞ്ഞു